ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്ത ഐറ്റം അവതരിപ്പിക്കാൻ എത്തുന്ന 3 ആർട്ടിസ്റ്റുകൾ. അവർ ഒരുപാടധികം പഞ്ചസ് നേടി നമ്മൾ ഒത്തിരി ചിരിപ്പിച്ചിട്ടുള്ള 3 പേരാണ്. സോ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊച്ചു പ്രദീപേട്ടൻ, ദീപു ചേട്ടൻ ആൻഡ് ശ്രീജു ചേട്ടൻ. മടിയാ മടിയാ ഞാനിതങ്ങനെ സഹിക്കും ചേച്ചിയേ. ഹലോ ഹലോ സാറേ, ഞാനേ ആ കായംകുളത്ത് നിന്ന് ജിജോപ്പിയാണേ. കായംകുളത്തുള്ള സിലോപ്പിയൊക്കെ എന്നെ വിളിക്കുന്നതിന് ജിലോപ്പി അല്ലെന്ന്, പിന്നെ കായംകുളത്തുള്ള മെമ്പർ ജിജോപ്പി. സാറേ, ഇന്നലെ എന്റെ കൂട്ടുകാരൻ രാത്രി മണിയെ തൂങ്ങി. എടാ പ്ലാവേ തൂങ്ങിന്ന് കേട്ടിട്ടുണ്ട്, ഫാനിൽ തൂങ്ങിന്ന് കേട്ടിട്ടുണ്ട്. ഈ മണിയിലൊക്കെ കയറി ആരാ തൂങ്ങിയത്? മണി തൂങ്ങിയതെന്ന്. പിന്നെ മണിയിൽ കയറി തൂങ്ങി. ആരോട് ചോദിച്ചിട്ട്? പിന്നെ ആത്മഹത്യ ചെയ്യണൊക്കെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് സാറേ. അല്ലല്ല, ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാമല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. സാറേ, ഒരു കാര്യം ചെയ്യും, 2-3 പോലീസുകാരെ ഇങ്ങോട്ട് വിട്. അങ്ങോട്ട് ഞാൻ വിടാം. ആ, ഓക്കേ. പിന്നെ ആ. എന്തേലും കാര്യം ഉണ്ടെങ്കിൽ ആ പോലീസുകാരോട് പറയണം. ആ. ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കരുത്. അതെന്താ സാറേ? എനിക്ക് ആത്മഹത്യ പേടിയാ, ഞാൻ വീട്ടിൽ പോകാൻ പോവാ. ആ, ശരി ശരി, വേഗം വാ. ആരാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്? ഞാനാ സാർ. നീയാണോ വിളിച്ചത്? ഞാനാ വിളിച്ചത്. നീയാണോ? നിന്റെ ഫോൺ എടുക്ക്. ഫോൺ എടുക്ക്. എന്റെ ഫോണിൽ പൈസ ഇല്ല, ഞാൻ വീട്ടിലൊന്ന് വിളിച്ച് പറയട്ടെ. ഹലോ ഹലോ. ആ എടി, പിള്ളേർ ഇറങ്ങിയാ? പിള്ളേർ ഉറങ്ങി. ഞാൻ വരാം വൈകും. എന്താ കാര്യം? രാത്രി വേറെ വലിയൊരു കേസ് വന്ന് ഞാൻ അതിന്റെ പറയാം. ആ കോൺസ്റ്റബിൾ സുമ ഡ്യൂട്ടി കഴിഞ്ഞു പോയോ? 5 മണിക്ക് പോയല്ലോ. അങ്ങനെയാണ് രാവിലെ എത്തിയത്. ആ ഓക്കെ, കുഴപ്പമില്ല. ഈ നമ്പർ ഡിലീറ്റ് ചെയ്തരാ. അവക്ക് എന്നെ ഭയങ്കര സംശയം. എനിക്ക് പിന്നെ എത്ര വയസ്സുണ്ട്? ഈ മിഥുനം 44-43. ആർക്ക്? എനിക്ക്. നിനക്കല്ല, പിന്നെ മരിച്ച മണിയന് എത്ര വയസ്സുണ്ടെന്ന്? മരിച്ച മണിയന് എന്റെ അതേ പ്രായം സാറേ, 43. 43. ഞാൻ ആ ബോഡി ഒന്ന് കയറി കാണട്ടെ. വേണ്ട സാറ്, വേണ്ട സാർ, ഇപ്പൊ അത് കാണണ്ട. ഇല്ല, എനിക്ക് ആ ബോഡി ഒന്ന് കയറി കാണണം. സാറ് കാണണ്ട സാറേ, കാണണ്ട. അയ്യോ, എനിക്ക് ആ ബോഡി ഒന്ന് കാണണം. അങ്ങനെ കാണാൻ മാത്രം ഒന്നും ഇല്ല നീല. അടി രാജീവ് കൈലാസ് സാറ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പൊക്കി എടുത്തോണ്ട് അത്രയ്ക്ക് പെർഫെക്ഷൻ. മാറി അങ്ങോട്ട്. സാറ് പോയി കാണണ്ടെന്ന്. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. ഓ കേട്ടു ഞാൻ മൊഴി. നീ നേരത്തെ കണ്ടായിരുന്ന? പിന്നെ എന്തിനാ എന്റെ പുറകെ വന്നത്? ചുമ്മാ ഒരു രസത്തിന്. ഞാൻ പറഞ്ഞല്ലേ മലയാളത്തിൽ അത് കാണണ്ട. ആരെങ്കിലും അറിഞ്ഞാ ഇങ്ങനെയാണെന്ന്? തൂങ്ങി മരിച്ചതോ തൂങ്ങി മരിച്ചു ഒരു നിക്കറിട്ടൂടെ അവന്? എന്ത് ചെയ്യും സാറേ ഇത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവനെന്തെങ്കിലും സാമ്പത്തിക ബാധ്യത പ്രശ്നങ്ങളാ? ഇവന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ ഒരു പിടി തരാത്തൊരു സ്വഭാവമാണ്. പിന്നെ ഇവന്റെ വീട്ടില് ഒരു 3-4 കുറിച്ചിട്ടുണ്ട് ഇവന്. അത് ഞങ്ങളെ വീട്ടിലുണ്ടല്ലോ. കറിച്ചട്ടി അല്ലെന്ന്, പിന്നെ കുറി ചിട്ടി. അതിന്റെ സാമ്പത്തിക ഞെരുക്കം ഭയങ്കരമായിട്ടുണ്ട് അവന്. ഒരു ഞെരുക്കമല്ല, അവൻ വെറുതെ തൂങ്ങി ചത്താണ്. അവൻ അടിയുടെ കുറവ്. ഇനി അവന് ബന്ധുക്കൾ ആരെങ്കിലും വല്ലതും ഉണ്ടോ? അതാണ് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം. ഇവരുടെ ബന്ധുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ അവിടെയൊക്കെ കിടക്കണം. പിന്നെ ഈ നാട്ടുകാര് ഇവരൊക്കെ നാളെ നേരം വെളുത്ത് ഇരച്ച് പൊളിച്ച് ഇങ്ങോട്ട് കേറി വരും. ഇത് വന്ന് കണ്ടാലുള്ള അവസ്ഥ എന്താ? എങ്ങനെയെങ്കിലും ഇത് മറയ്ക്കണം. ഫോൺ. ഹലോ, ആ പ്രസിഡന്റ്. അയ്യോ സാറേ, നാളെ രാവിലെ ഈ ബോഡി പൊതുദർശനത്തിന് വെക്കണമെന്ന് പറയണ പഞ്ചായത്തില്. വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മണിയണ്ണൻ തൂങ്ങിന്നാ പറഞ്ഞായിട്ട്. തൂങ്ങി സംഭവം ഉള്ളത് തന്നെ. മണിയണ്ണൻ ഞാൻ ഭയങ്കര കമ്പനിയാണ്. കമ്പനിയൊക്കെ ശരി തന്നെ. അത്രയും എനിക്കൊന്ന് കാണണം എന്റെ മണിയണ്ണ. കണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അണ്ണനും അങ്ങനത്തെ ഒരു ഇടപാടിലുള്ള. മനസ്സിലായി, പക്ഷെ അത് പോണ്ട. ഞാൻ ഒന്ന് കാണട്ടെ. പറയുന്ന പോണ്ട. ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ എന്റെ മണിയണ്ണനെ ഞാൻ ഒന്ന് കാണട്ടെ. എനിക്ക് സഹിക്കാൻ പറ്റണ കേസല്ലേ. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. 5 ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞത് ഞാൻ കൊടുത്തേനെ. എന്തിനിങ്ങനെ ചെയ്തു എന്റെ മണിയണ്ണൻ? ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, നാളെ ഈ ആൾക്കാർ മൊത്തം കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സാറേ നമ്മൾ കാണിക്കണത്? എല്ലാരും വരാൻ വേണ്ടി നിൽക്കുകയാണ്. അറിഞ്ഞപ്പോ നമ്മുടെ രമണി മെമ്പർ
കണ്ടേ തീരുന്ന ഒരു ഒറ്റ വാശി ബ്ലോക്ക് ചെയ്ത്. ദൈവത്തെ ഓർത്ത് വിളിച്ച് കാണിക്കല്ലേ. ആ ഒരു കാര്യം ചെയ്യാം, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം. പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും മറക്കണ്ടേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മരണം ആദ്യം കണ്ടതാരാ? അത് നമ്മുടെ താഴത്തെ കടയിലെ പയ്യൻ. അവനാണോ നിന്നോട് പറഞ്ഞത്? അവനാണ് എന്നോട് പറഞ്ഞത്. ഇവ എങ്ങനെ അറിഞ്ഞു വന്നത്? അല്ല, ഇവന് ഇവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളിലും മൊത്തത്തിൽ പിടിപാടുള്ള വ്യക്തിയാണ്. ഇവൻ എന്ത് കേസുണ്ടെങ്കിലും മണത്തറിയും. ഇവനെ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്നേ. സാറിന് മനസ്സിലായില്ലേ? ആ. കഴിഞ്ഞ ആഴ്ച ഒരു അമ്മച്ചിയായിട്ട് ഞാൻ വന്നൊരു പരാതി എന്ന് ഓർക്കണ്ടോ? ഏത്? സ്റ്റേഷനില് ആ കിണറ്റി വീണ കേസ്. ആ കിണറ്റി വീണ കേസ്. ഓ ആ മനസ്സിലായി ആ കേസല്ലേ. ആ, എന്റെ വീടിന്റെ അടുത്തുള്ള അമ്മച്ചി അത്. ആ, അല്ല, ഈ കേസ് ഒന്ന് തീർന്നോട്ടെ, അവനെ ഞാൻ പൊക്കും. ആവശ്യമില്ലാത്ത കേസാണ് സാറങ്ങ് വിട്ടുതരാം. ചുമ്മാ ആവശ്യമില്ല, എന്തിനാണ് നമ്മൾ അതിനകത്തല്ലേ? ആവശ്യമില്ലാത്ത കേസാ. ഒരു സ്ത്രീയുടെ തലക്കടിച്ചിട്ട് എടുത്ത് കെട്ടിയിടുന്ന വധശ്രമമാണ്. സാറേ, ഞാനത് അറിഞ്ഞെടുത്തോളം എന്ന് പറഞ്ഞാല് ഈ അമ്മായിയമ്മ എന്ന് പറയുന്നവര് ഈ മരുമോന് എല്ലാ ദിവസവും മീൻകറി വെക്കുമ്പോഴത്തേക്ക് ഒരു തലക്കഷ്ണം കൊടുക്കുന്നതാ. അന്ന് കൊടുത്തില്ല. അതിന്റെ ദേഷ്യത്തിന് പരമായിട്ടാണ് ഈ അമ്മായിയമ്മ അടിച്ച് കരട്ടിയിട്ടെന്നാണ് ഞാൻ അറിയാൻ. സംഭവമൊക്കെ ശരിയല്ല, പക്ഷെ സംഭവം വധശ്രമം. അത് അടികൊണ്ടിരിക്കുന്ന സ്ത്രീക്കും. ഇതെന്തായാലും ഞാൻ പിടിച്ച അവനെ ഞാൻ ഇടിക്കും. സാറേ വിട്ടേക്ക് സാറേ, ചുമ്മാ എന്തിനാ ആവശ്യമില്ലാത്ത അങ്ങനെ വിടുന്നില്ലെന്ന്. അവനെ പിടിച്ചാൽ ഇടിക്കും. ഉറപ്പാണ്? ഉറപ്പ്. അപ്പൊ വന്ന് കാലി വീണാലും ഇടിക്കും. ഓക്കെ, അങ്ങനെ തന്നെ. നിയമത്തിന്റെ വഴിയെ നടക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ കാണാം. എന്റെ പൊന്നു സാറേ, ഞാൻ തന്നെ സാറേ ആള്. ഞാൻ തന്നെ മറ്റേ ആള്. നീയാ? എടാ, നിന്നെ തന്നെ പറ്റി പോയിട്ട് സാറേ. പോന്നെ. പിന്നെ ഒരു പരിഹാരം ഇറങ്ങി വന്നേ. പോന്നെ. ഇതിനകത്ത് പോയി. സാറേ, നമുക്ക് ഇവനെ മറ്റേ ദൗത്യം കൂടെ ഏൽപ്പിച്ചാലോ? ഏത് ദൗത്യം? ഓപ്പറേഷൻ മണിയൻ. മനസ്സിലായില്ല. മണിയനെ നിക്കറിടിക്കണ്ടേ? അതിടിക്കണം. നാളെ നേരം എടുക്കുമ്പോഴേക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ രാവിലെ അത് അഴിച്ചിറക്കൂ, അല്ലാതെ എങ്ങനെ ഇടും? കുശാഗ്രബുദ്ധിയുടെ അഗ്രഗണ്യനാണ് അവൻ. ആണോ? അവന്റെ അടുത്ത് ഇല്ലാത്ത ഐഡിയ ഇല്ല. ഇനി അഥവാ അവന് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ കേസ് കുത്തിപ്പൊക്കും, നേരെ പൊക്കി അകത്തോട്ട് പറയാം. സംഭവം മറ്റേ കേസില്ലേ അമ്മായിമ്മേടാ? ഓ, സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ച് തീർക്കാം. വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ നീ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാം. എന്താ സാറേ? അറിയാലോ മണിയണ്ണ എങ്ങനെ നിൽക്കുന്നത്. പാവം. ഇപ്പൊ ആൾക്കാരൊക്കെ വന്ന് കാണാനുള്ളതാണ്. നാളെ രാവിലെ കൂടെ വരി അതെ. അപ്പൊ മണിയണ്ണ നിക്കരടിക്കണം. ദേ, ഞാൻ ഇടിപ്പിക്കണം. ഇടിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ ഫിംഗർ പ്രിന്റ് വല്ലതും അതിനകത്ത് പതിഞ്ഞ് അതപ്പോ ദേഹത്ത് തൊടാൻ പാടില്ല. ഐഡിയ ഉണ്ട് സാറേ, നല്ല സൂപ്പർ. എന്റെ കുറച്ച് ഐഡിയകളുണ്ട്. ആണോ? എനിക്ക് കുറെ സമയം തരണം, ഞാൻ പോയി എടുത്ത് റെഡിയാക്കിട്ട് വികർഷം വല്ലതും അല്ല, പിന്നെ പെട്ടെന്ന് പോയി എടുത്തോണ്ടിരാൻ വേണ്ടി എനിക്ക് എന്റെ പ്രോപ്പർട്ടി Okay. കിട്ടണം. ആ, ശരി, പോയി. നോക്കിക്കൊണ്ടേ സാറേ, ഞാൻ പെട്ടെന്ന് പോയിട്ട് സാറേ. സംഭവം നടക്കുമല്ലോ അല്ലേ? പിന്നെ ഇവനെ ഏറ്റ് കഴിഞ്ഞാൽ ഏറ്റതല്ലേ. കാര്യം വേറൊന്നും കൊണ്ട് പറയുന്നല്ലേ, നമ്മൾ ഈ സമയത്ത് അവിടെ ചെന്നിട്ട് അവസാനം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് ആവും. വേറെ വല്ല ഐഡിയ നമ്മൾ നോക്കാം. പക്ഷേ ഇല്ല. കിട്ടി. ഈ ഐഡിയ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഒരാളുടെ സഹായം വേണം സാറേ. ഞാൻ വരാം. സാറ് പറഞ്ഞ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ സഹായത്തിന് വേണം. എങ്ങനെ ഐഡിയ എങ്ങനെ? ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിതാ ശരീരത്തിൽ തൊടാതെ നമ്മൾ ദാണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഇടുന്നു. അപ്പൊ അവിടെ കെട്ടിടണ്ടേ? അത് മണിയാണ് കെട്ടിക്കോളും. അങ്ങനെ തൂങ്ങി നിൽക്കില്ലേ? ഞാൻ ഓർമ്മിച്ചില്ല സാറേ. അത് നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കിയത് ഇടാം. സഹായം എന്റെ കൂടെ സാർ വന്നാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും ഐഡിയ സെറ്റ് ചെയ്ത് തരാം. ആയിക്കോട്ടെ. പിടി സാറേ, അനക്കല്ലേ സാറേ. അനക്കാതെ. ഇത് മണിയുടെ ദേഹത്ത് തൊടരുത്. നാളെ ആൾക്കാരെ വിളിച്ചോ, കുഴപ്പമില്ല, ആൾക്കാരെ വിളിച്ചോട്ടെ. ഞാൻ സെറ്റ് ചെയ്ത് തരാം. മണിയുടെ ദേഹത്ത് തൊടാ. ചെയ്തോ. മണിയന്റെ ദേഹത്ത് തൊടാൻ ഇവൻ വന്ന ഇതാണ് കുഴപ്പം. കാണാൻ വയ്യ. കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് ചെയ്തോളി. പോലീസും നോക്കൂല, തലയ്ക്കാൻ പറ്റി അടിച്ചു കേട്ടോ. നേരെ അങ്ങോട്ട് നോക്ക്. എന്റെ അടുത്ത് ഈ പറയും പോലെ അല്ല, ഇത് നമ്മൾ നോക്കി ഇരുട്ടത്ത് കണ്ണും കാണാൻ വയ്യ. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്തോ ചെയ്യാനെന്ന് പറയാ. ഞാൻ ഒരു വിധം എന്റെ പൊന്നു. ഓക്കെയോ? എനിക്കറിയാം ഇനി പേടിക്കേണ്ട ആൾക്കാരെ വിളിച്ചു. ഈ വന്നു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? അല്ല, നമ്മള് വെറുതെ ഇത് കൊണ്ട് ഞാനേ വേറെ കൊണ്ട് പറയുന്നതല്ല. അവിടെ മണിയൻ ഇപ്പോഴും അവിടെ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇരുട്ടത്ത് എന്നെ കൊണ്ട് ഇതെടുത്ത് എനിക്കിടേണ്ട കാര്യം ഇരുട്ടത്ത് സാർ ഒന്ന് അതിന്റെ ഇടയിൽ കയറി എന്തിനാണ് പറഞ്ഞത്? 100 അവിടെ വിളിച്ചാൽ മണിയൻ ഇത് സാറേ ഇരുട്ടത്ത് പറ്റിയാണ്. ഇതിന്റെ വേറെ സൂപ്പർ ഐഡിയ ഉണ്ട്, കിടക്കുന്ന ഐഡിയ ഉണ്ട്. വേറെ ഐഡിയ ഉണ്ട്. ആവശ്യമുള്ള നിങ്ങളുടെ ഐഡിയ ഒന്നും കൊണ്ടുവരുന്നു. നിങ്ങൾ ആളെ വിളിക്കും. ഞാൻ അടുത്ത സെറ്റ് ചെയ്ത് തരാം. എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വല്ല നടപടിയാവോ? സാറേ ഒന്ന് പോയാൽ 9 ഐഡിയ ഉണ്ട് അവരുടെ അടുത്ത്. കിടക്കുന്ന ഐഡിയ ഉണ്ട് സാർ. എന്തോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പിന്റെ അടുത്ത് നമ്മൾ ഈ സാധനം കെട്ടി വെക്കും. എന്നിട്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് മണിയണ്ണ ദേഹത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വിടക്കം. ഈ അമ്പ് നേരെ ചെല്ലുന്നു, മണിയണ്ണ നിക്കറിടുന്നു, അമ്പ് പോകുന്നു. അമ്പ അവിടെ പോണു. നിക്കറിട്ടാ പോരാ, ഇനി അമ്പ അവിടെ ചെന്ന് നോക്കാറുണ്ടെന്ന് നോക്കാൻ തിരിഞ്ഞു. ഇതെല്ലാം നടക്കുവോ? എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് എനിക്ക് സമയം താ. ഇത് നോക്കട്ടെ, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആൾക്കാരെ വിളിച്ചോ. എല്ലാം കൂടെ ഇരുട്ടാണ് നോക്കി ചെയ്യണേടാ. ഓ ഉന്നം കിട്ടുന്നുണ്ടാ? ഓ എടുക്കുന്നുണ്ട്. സൂപ്പർ ഉന്നം. എടാ ഉന്നവാനെ ഇട്ട് നിലത്തിട്ട്
ഇവിടെ വന്നോ. ഇതാണോടാ നിന്റെ ഉന്നം? ഇത് നടക്കൂല വെറുതെ അതെ ഇരുട്ടത്ത് പറ്റുന്നില്ല, ഇരുട്ടത്തെ ഭയങ്കര പാടുത്. ഇങ്ങനെ നിൽക്കുന്നത് ഇടാൻ പറ്റുന്നില്ല. ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വേറെ വല്ലതും നോക്കാം. സാറേ വേറെ ഉണ്ട് ഒരു ഇനിയുണ്ടോ idea? ഐഡിയ ഉണ്ട്. വേറെ ഒരെണ്ണം കൂടെ. എനിക്ക് വയ്യ, എനിക്ക് എല്ലാം കൂടെ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേറെ വല്ലതും നോക്കാം. നടക്കും. ഇത് വേറെ ആണ്ടെ. അമ്മേ. ഇതെന്നാ? ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത് ഞാൻ പിടിച്ചിട്ട് ഒറ്റയടി ഒറ്റയടി. നേരെ ചെല്ലുന്നു, നിക്കറിടുന്നു. ഈ തെറ്റല് പോകുന്നു. എവിടെ പോകുന്നു? നിക്കറിട്ടാ പോരെ. ഇനി തെറ്റാലി അവിടെ ചെന്ന് കാരണം നോക്കണത്തിനാണ്. എന്നാ പെട്ടെന്ന് ആവട്ടെ. ഞാൻ സെറ്റ് ചെയ്തേ സാറേ. ഇത് എനിക്ക് തോന്നല്ലേ നടക്കൂന്ന്. ഞാൻ ഇത് എല്ലാം കൂടെ ആൾക്കാരെ വിളിച്ചു വരുത്തി. സാറേ എന്തോ ഏതാണ്ട് പരുവം കിട്ടി കേട്ടാ. അടി പണിയെണ്ണം മിണ്ടാതിരിക്കാണ്. അല്ലെ പിന്നെ ചത്തോ പിന്നെ ചിരിച്ചോടിക്കോടാ. ഇട്ട് എവിടെ ഇട്ട് എവിടെ ഇട്ട്? നടക്കും എല്ലാം മുടിഞ്ഞല്ലേ ഇപ്പൊ. ഒരു ഉന്നോം പൊളിഞ്ഞു. സാറേ ഇപ്പൊ ആൾക്കാർ കാണാതിരുന്നാ പോരെ നാളെ. ആ എന്റെ കയ്യിൽ കിടുക്കൊരു ഐഡിയ ഉണ്ട്. ഇതുപോലത്തെ വല്ലതും തന്നെ. അല്ല പിന്നെ നമുക്ക് പ്രാവർത്തികമാകുന്ന ഒരു ഐഡിയ. എന്തോന്ന് ഐഡിയ എന്ന് പറയടാ. നമുക്ക് കുറെ കറുത്ത തുണി മേടിച്ചിട്ട് ആ. ഈ കാണുന്ന ആൾക്കാരെ കണ്ണൊക്കെ മൂടി കെട്ടിയാലോ? സാറേ ആദ്യം കറുത്ത തുണി മേടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചുറ്റണം, എന്നിട്ട് ഇങ്ങനെ കറക്കണം. കറക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടും. പിന്നെ അല്ലാതെ എന്നാലും സാറേ എന്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പോയി ചെയ്തിട്ട് വരാം. നിങ്ങൾ മിണ്ടായിരുന്നാ മതി. എനിക്കറിഞ്ഞോളൂ. ഇതിനിപ്പോ കിട്ടണം അത്രയല്ലേ ഉള്ളൂ. ലോക്കേട് തെറ്റ് തെറ്റ്. അല്ല നിന്റെ ഊരിടിച്ചാ ഒന്നും കൊണ്ട് പേടിക്കണ്ട. പിന്നെ നാളെ ഒറ്റ എണ്ണ ഞട്ട് വരൂല. അതെന്ത്? അതിനുള്ള സംഭവം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പറ. മണിയെണ്ണ തുണി ഇല്ലാത്ത ഫോട്ടോ ഞാൻ എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് ഒറ്റ എണ്ണ ഇങ്ങോട്ട് വരരുത്, മണിയെണ്ണ തുണി ഇല്ലാതെ കയറി തൂങ്ങിക്കണെന്ന് പറഞ്ഞു. ആരും വരൂല. നീ എന്തോന്ന് കിഴങ്ങനടാ. നീ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നത്? എടാ എവിടെ വരരുത് എന്ന് എഴുതി വെക്കുന്നോ അവിടെ വരാനാണ് ഇവിടെ ഇപ്പൊ ഉള്ളവർക്ക് താല്പര്യം. അപ്പൊ എല്ലാവരും കൂടെ ഓടി ഇങ്ങോട്ടല്ലേ വരുള്ളൂ. നീ ഒരു മണ്ടൻ തന്നെടാ. ഞാൻ തരിക മണിയണ്ണനെ നിക്രടിക്കാനുള്ള നിങ്ങളുടെ ശ്രമം വിജയകരമായോ എന്ന് നമുക്ക് നേരെ അറിയാം. പോകാം നമ്മുടെ കാര്യക്കാരിലേക്ക്. ഷാജു ചേട്ടാ. കൊച്ചുപ്രദീപ്, ദീപു, ശ്രീജു മൂന്നുപേരും ഇഷ്ടപ്പെട്ട ആളുകൾ. കൊച്ചുപ്രദീപിന്റെ സ്കിറ്റ് എപ്പോഴാണ് വരുന്നത് ഞാനിപ്പോൾ പ്രജോനോട് ചോദിച്ചേ ഉള്ളൂ. ചില വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു വിഷയങ്ങളെല്ലാം വരിക. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഹ്യൂമർ സാധാരണ നിങ്ങൾ കളിക്കുന്ന അത്രയും ഹ്യൂമർ ഇതിനകത്ത് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനർജി ലെവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിച്ചാടി വിഷയങ്ങളൊക്കെ അത് നമുക്ക് കൺവിൻസായി. അപ്പോൾ നമ്മൾ വരുമ്പോൾ അതുപോലെ കാത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രത്തോളം ആയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പെർഫോമൻസ് ആയിട്ട് നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. വിഷയം തിരഞ്ഞെടുത്തതും നല്ലതാണ്. പക്ഷേ അതിനകത്ത് ഹ്യൂമർ കുറഞ്ഞു പോയോ എന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം എനിക്കൊരു പരിധി വരെ. എനിവേ ഇനിയും നല്ല സ്കിറ്റുകൾ എന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം കണ്ടൻറ്റ് നല്ലതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്ത് നെയ്ക്കഡാണ്, അയാൾ എങ്ങനെയും ആൾക്കാർ കാണുന്നതിന് മുമ്പ് അത് ധരിപ്പിക്കണം. അത് ആ ഒരു പോർഷൻ നല്ലതാണ്. പക്ഷെ അത് ബാക്കി ഫോളോ അപ്പ് ചെയ്ത ഏരിയകളാണ് ഡൗൺ ആയിപ്പോയത്. ബാക്കി ഇങ്ങോട്ട് വന്നത് മറ്റേ സാധനങ്ങളൊന്നും വർക്കൗട്ടായില്ല. നമ്മുടെ ആദ്യത്തെ ഒരെണ്ണം വേണമെങ്കിൽ ആക്കാം, ആ 2 കമ്പയെ കൊണ്ടുവന്ന് കയറ്റിയിടുന്ന അവിടം വരെ ഓക്കെ. അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്ന സാധനങ്ങളൊന്നും നമുക്ക് വർക്കൗട്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ അതുമായിട്ട് ഇച്ചിരി സീരിയസിലേക്ക് എത്തി, മാറ്ററിലേക്ക് എത്തി. നമുക്കതിൻ്റെ കോമഡികളൊന്നും അങ്ങോട്ട് വന്നില്ല. നമുക്കറിയാമല്ലോ ചില മരണ വീട്ടിലൊക്കെ സാധ്യ കോമഡി അടിച്ചിട്ടാണ് ചില സ്കിറ്റുകളൊക്കെ പോകുന്നത്. പക്ഷേ ഇതിലും അങ്ങനെയൊക്കെ പ്രതീക്ഷ നമ്മൾ ആദ്യത്തെ ആ മൂമെൻറ്റ്സുകളെ വന്ന് കാണുന്നത് ആ സംഭവമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ബാക്കിലേക്ക് ഇങ്ങനെ വന്നപ്പം മൊത്തത്തിൽ ഡൗൺ ആയി വരുമായിരുന്നു. അത് മാറ്റണം. ഇങ്ങനെ പോയാൽ പോരാ. നമ്മൾ ഒരുപാട് മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുത്താലേ ഉള്ളൂ മുമ്പോട്ടുള്ള യാത്ര ഇതിന് സുഖമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അടുത്ത പ്രാവശ്യം. താങ്ക് യു പ്രചോദേട്ടാ. കൊച്ചുപ്രതിഭ, ശ്രീജു, ദീപു, ഇപ്പോൾ നമ്മൾ ഏകദേശം ഐറ്റം വേറെ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരു 540 എപ്പിസോഡായി. അതിലെനിക്കൊന്ന് ഏറ്റവും അധികം പഞ്ചസ് മേടിച്ച 3 പേരാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ പല പല ടീം കോമ്പിനേഷനിൽ വന്ന് പഞ്ച് മേടിച്ച ആൾക്കാരാണ്. അപ്പം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ കണ്ടന്റ് എനിക്ക് ഭയങ്കര ഈ രസവും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അതിനൊരു ഉഗ്രം ഐഡിയ ആണ്. കാര്യം നമ്മളിതുവരെ ഇങ്ങനത്തെ ഒരു സാധനം സ്കിറ്റിനകത്ത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഇങ്ങനെ ഒരാൾ ആ വേഷം സീരിയസ് ആയിട്ട് കിടക്കുന്നു. പക്ഷേ നമ്മൾ അതിനകത്ത് പുറത്ത് കുറേ സാധനങ്ങൾ പ്രതീക്ഷിച്ചു, അത് ഒട്ടും വർക്കായില്ല. അതായത് അതിനകത്ത് ഹ്യൂമർ വളരെയേറെ. അപ്പോൾ ദീപ് കുറേ സാധനങ്ങളായിട്ട് വരുന്നു, പ്രദീപ് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഡെഡാണ്. പ്രദീപ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രദീപിന് പിന്നെയും ചെയ്യാൻ പറ്റുന്നത് ശ്രീജുവിനും ദീപുവിനും തമ്മിലുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഹ്യൂമർ കൊണ്ടുവരുന്നതിനൊരു പരിധിയുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് കൗണ്ടറും ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വേറെ കൗണ്ടറുകൾ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തതിൽ ശ്രദ്ധിക്കുക. ഇത് പോരാ, എന്താ പറയുക, ഞങ്ങളുടെ ദീപവും ശ്രീജുവും കൊച്ചുപ്രതിഭ ഇതല്ല എന്ന് പറയില്ല ഒരു സാധനം. പറന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അടുത്തതിൽ നമുക്ക് പൊളിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കാര്യക്കാർ. അപ്പൊ കമന്റ്സ് കേട്ട സ്ഥിതിക്ക് നമുക്കിനി നേരെ ഇന്നത്തെ സമ്മാന തുക എത്രയാണ് എന്നറിയാം. നസീർക്ക.
ഞാനൊരു 7000 രൂപ കൊടുക്കുക. 7000. ഷാജി ചേട്ടാ? ഒരു 6000. 6000. അപ്പം 7000 + 6000 13,000 രൂപയാണ്. ഇനി നമുക്ക് ടോട്ടൽ അറിയാൻ പ്രചോദേട്ടനോട് ചോദിക്കാം. പിടിച്ചു. 35,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടധികം പഞ്ചസ് നേടിയിട്ടുള്ള ടീമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ, അല്ലേ? അതെ, അതെ. അപ്പൊ ഈ കോംബോയിൽ അടുത്ത തവണ ഞങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായി നല്ലൊരു സ്കിറ്റുമായി എത്തുന്നു നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട സൂര്യശ്രീ ചേച്ചി, അനീഷ് പപ്പാല ആൻഡ് വിഷ്ണു. എന്റെ അമ്മേ, പേടിച്ചിട്ടും പോലുള്ള രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഡ്യൂട്ടിയാ, രാത്രി 12:30 മണിയായിട്ടും ഡ്യൂട്ടി തീർന്നിട്ടില്ല. എന്തൊരു കഷ്ടമെന്ന് പറയാം. ഈ സെമിത്തേരിയുടെ സൈഡിലൊക്കെ ഡ്യൂട്ടി. ബോസ് വിളിക്കുന്നു. ഹലോ ബോസ്. എടാ പരാജിത. ബോസേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് പരാജിതൻ അല്ല, പി പാരിജാതൻ എന്നാണ്. നിന്റെ ഡ്യൂട്ടിയുടെ ഗുണം കണ്ടിട്ട് ഞാൻ പരാജാത വിളിക്കുന്നത്. എടാ കഴിഞ്ഞ മാസം നിന്റെ ടാർഗറ്റ് എത്രയെന്ന് അറിയാമോ? ഇല്ല. വെറും 0.5 മാത്രം. നിന്റെ കൂടെയുള്ള 11 സ്റ്റാഫിനും 10ന് മേലിൽ ടാർഗറ്റ്. എന്റെ പൊന്നു ബോസേ, നിങ്ങൾ പേടിക്കണ്ട, ഇത്തവണ ഞാൻ അച്ചീവ്മെന്റ് ചെയ്തിരിക്കും. അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിന്റെ അച്ചി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. ബോസേ, അങ്ങനെ പറയരുത്. ബോസേ, പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് തരാമോ ഡ്യൂട്ടി? നീ ഇപ്പൊ ജവഹർ നഗറിലല്ലേ? അവിടെ സുഭാഷാണ് പോയത്. സുഭാഷ് അവിടെയാണെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നാ മതി. അയ്യോ, അങ്ങനെ പറയരുത് ബോസേ. ചതിക്കാത്ത ജന്തു സിനിമയിലെ നവ്യ നായരുടെ യക്ഷിയെ കണ്ടിട്ട് 4 ദിവസമാണ് ഞാൻ പേടിച്ച് പറിച്ച് കറന്നത്. അതുകൊണ്ട് എന്നെ ഇവിടെ ഇടല്ലേ, ഞാൻ പേടിച്ച് മുള്ളി പോവും. ഹലോ വെച്ചാ ബോസ്. ശ്ശോ, എന്ത് ചെയ്യുന്നു പറ. ക്യാച്ച് ആൻഡ് റൺ കമ്പനി കേൾക്കുമ്പോൾ വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടൊക്കെ തോന്നും. ഒന്നുമല്ല, ക്യാച്ച് ആൻഡ് റൺ, പിടിച്ചു പറിച്ചോണ്ട് ഓടുക. ചുരുക്കി പറഞ്ഞാൽ മോഷണം. എന്നിട്ട് ഞാൻ അറിയാൻ കൊണ്ട് പകുതി ഷെയർ കൊടുക്കും. അതിന്റെ ഷെയർ അറിയാൻ എനിക്ക് തരും. അത്രേ ഉള്ളു മക്കളെ. മക്കളെ, ആരാ? ഞാൻ കമ്പിളി മാമൻ. അമ്പിളി മാമനാ? അമ്പിളി മാമനല്ല, കമ്പിളി മാമൻ. അതെന്നാ? കമ്പിളി മൂടി നടക്കുന്നോണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാ കമ്പിളി മാമൻ. ആണോ? അസമയത്താരും ഇതുവഴി നടക്കാറില്ല. അതെന്നാ? ദുരാത്മാക്കളുടെ സഞ്ചാര ഹൈവേ ആണ്. അയ്യോ, ആ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഇല്ല. അത് ഐസ്ക്രീം പാർലർ അല്ല, പിന്നെ സെമിത്തേരിയാണ്. അവിടെ അടുക്കി വെച്ചിരിക്കുന്ന സോപ്പ് പെട്ടികളല്ല, ശവക്കല്ലറകളാണ്. ഈ കാലം പേടിപ്പിച്ച് കൊല്ലുമല്ലോ. ഇതുവഴി ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ദുർമരണം നടക്കും. ഇതുവഴി സഞ്ചരിക്കുന്ന കുറച്ചുപേരേ ഉള്ളൂ. ഭൂതം, പ്രേതം, പിശാച്, മാടൻ, മറത, ചെമ്പോത്ത്, ഒടിയൻ, പിന്നെ പൊടിയൻ. അതെ, പേടി കൊണ്ട് ചോദിക്കുവാ, ആരാ ഈ പൊടിയൻ? ഞാൻ. എന്നാ ഓക്കേ. പേടി മാറ്റാൻ വേണ്ടി ഈ കമ്പിളി മാമൻ ഉപായം പറഞ്ഞു തരാം. എന്നാ മാമ? ഈ ചന്ദനത്തിരി കത്തിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാ മതി, ഇവറ്റകളൊന്നും അടുക്കത്തില്ല. ദൈവമേ, മാമ ഒരുപാട് നന്ദിയുണ്ട്. നന്ദി വേണ്ട, 25 രൂപ മതി. അതെന്തിനാ? ഈ ചന്ദനത്തിന്റെ വില ഞാൻ ഇത് വിൽക്കുന്നതാണ്. ഇത് വിൽക്കുകയാണ് എന്റെ ടാർഗറ്റ് ഇന്ന് അച്ചീവ് ചെയ്യാൻ. ചന്ദനത്തിരി വിൽക്കുന്ന ആളായത്. ശ്മശാനത്തിന്റെ വാതിക്കാണല്ലോ ചന്ദനത്തിരി വിൽക്കുന്നത്. ഈ ശ്മശാനത്തിന് വാതൊക്കെ ചന്ദനത്തിരിയല്ലേ പായസം കൊണ്ട് വിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേറൊരു പണിയില്ല. താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ ബിസിനസ് നടക്കണ്ടേ, എനിക്ക് കച്ചവടം ചെയ്യണ്ടേ? വേണ്ട, വേണ്ട. അവരനിയൻ. മക്കളെ, മക്കളെ, ഓങ്കാരം ശംഖിൽ ചേരുമ്പോ ഈറൻ മാറുന്ന വെൺമലരേ. അല്ലേലും എന്നോട് സ്നേഹവും ഇല്ല. അങ്ങനെയാണ് ഈ പാതിരാത്രി 12:30 എന്നെ ഇവിടെ ഇറക്കി വിടുമായിരുന്നു. എന്നോട് ഒരു സ്നേഹവും ഇല്ല. എടാ, ഇച്ചിരി മണ്ണിങ്ങെടുത്തേടാ. ഏതോ പാവപ്പെട്ട വീട്ടിലെ ആ ചരല് കളഞ്ഞിട്ടാ. ചരല് കള. മണ്ണിട്ട് പ്രാവാനായിരുന്നാ? പിന്നെ നീ എന്താ വെച്ചാൽ കടല പറക്കാനാന്ന് വിചാരിച്ചോ? ഇത് ആരാണ് പ്രാവി? തന്നെയാണ്. നിന്നെയല്ല, എന്റെ കെട്ടിയോനെ. എന്തിനാ കെട്ടിയോനെ പ്രാകുന്നത്? സൈക്കിളില്ലേ? പിന്നെ സൈക്കിൾ ഇല്ലെന്ന് പറഞ്ഞു. സൈക്കിളില്ലടാ. അതിനാണോ ഈ കിടന്ന് കൊക്കിയത്? ഏതമ്പലത്തിൽ സ്വാമി നന്ദി ഇല്ലെന്ന് പറഞ്ഞു. അതാണോ പറഞ്ഞത്? എന്റെ വീട്ടിൽ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലെന്ന്. എന്നെ ഞാനൊരു ഭാര്യയല്ലേ, ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ? ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത്? എങ്ങനെ? എന്നെ അയാള് ഒരു തത്തേ പോലെ നോക്കുന്നത്. നിങ്ങൾ വയമ്പ് തിന്നുവോ? ഒരു കൂട്ടിലിട്ട കിളിയെ പോലെ അങ്ങനെ നോക്കുന്നേന്നാ പറഞ്ഞത്. കിട്ടണില്ല എനിക്ക്. എനിക്കങ്ങ് സങ്കടമാടാ. എന്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്തു പറ്റി?
നിന്റെ ഭർത്താവ് നിന്നോട് ഇങ്ങനെ കാണിച്ച നീ എന്തോ ചെയ്യും? ഞാനല്ലേ ഭർത്താവ്? അല്ല, നീ നിന്റെ ഭാര്യയോട് ഇങ്ങനെ പെരുമാറുമോ? എങ്ങനെ പെരുമാറും? ഇല്ല, ഒരിക്കലും ഒരു ലോകത്തുള്ള ഒരു ഭർത്താക്കന്മാരും ഒരു ഭാര്യയോട് ഇങ്ങനെ പെരുമാറത്തില്ല. ഇവര് വന്നിട്ട് എന്നാക്കി പറ, നീ കാര്യം പറ. അയാള് സൈക്കോയാണോ? സൈക്കോ. അതിന് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോ എന്റെ തലയിൽ അരിപ്പൊടി കൊണ്ട് വരച്ചു വെച്ചേക്കുന്നു. അതെന്തിനാ? എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോ അങ്ങാര് പറയുക പേന് വഴി കാണിച്ചു കൊടുക്കുവാന്ന്. എന്റെ ദൈവമേ. ഇത് മാത്രല്ലെന്ന്, കഴിഞ്ഞ ദിവസം മച്ചിലിരുന്ന പല്ലിയെ പിടിച്ച് പച്ച പെയിന്റ് അടിച്ച് ഓന്തിന്റെ കൂട്ടി കൊണ്ടുവന്ന് വെച്ചു. ഇപ്പൊ അവിടെ വലിയ വിഷയം നടക്കുവാടാ. എനിക്കറിയത്തില്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി പോരുവോ? എനിക്ക് വയ്യ. എനിക്ക് ഭയങ്കര വിഷയമല്ലേ? ഭയങ്കര വിഷയമാടാ, ഭയങ്കര വിഷയം. അത് കൊള്ളാം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോ വീട്ടിൽ ആടിനെയും കൂടെ അയച്ചോണ്ട് പോന്നു. ആടല്ല, എന്റെ കെട്ടിയോന്റെ ശബ്ദമാ കേൾക്കുന്നേ. വരുന്നു. ശരിയാന്നല്ലോ. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ശുഭേ ശുഭേ എന്ന് വിളിക്കരുതെന്ന്. എന്റെ അമ്മ അച്ഛനും നല്ല ഒന്നാമത്തെ ഒരു പേരിട്ടിട്ടുണ്ട്, അത് വിളിച്ചോളൂ. അമ്മച്ചി അച്ഛനോട്ടാ പേര് കേൾക്കണം. ആ പരിചയക്കാരഞ്ഞ് വരും. ഇവിടെ അമ്മച്ചിട്ട് അച്ഛന് പേരറിയാമോ? എനിക്ക് പറയാൻ പറ്റൂല, വേണമെങ്കിൽ ഞാനത് എഴുതി അത് വായിച്ചു നോക്കി. ത്രയംബക റാണി. ഈ മുടിഞ്ഞ പേര് വിളിച്ച് എന്നെ നാക്കി പിണങ്ങി അവസാനം ENT ഡോക്ടർ സദാശിവ സാറാണ് വന്ന് എന്റെ നാക്കിന്റെ പിണക്കം മാറ്റിയത്. ഇനി എനിക്ക് എന്റെ കുട്ടപ്പായെ പിണക്കാൻ പറ്റൂല. ആരാ കുട്ടപ്പായ? എന്റെ നാക്ക് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ഞാനിട്ട പേരാണ് നമുക്ക് ശുഭ എന്ന്. അവസാനം ഞാൻ എവിടെ യാത്ര പോയി കഴിഞ്ഞ് നാട്ടുകാർക്ക് ആ ശുഭയാത്ര പോകുന്നത്. അതെങ്ങനെ ശരിയാവും? എവളെ കൂടെ പോകുമ്പോ ശുഭയാത്ര ഇല്ലല്ലോ, അത് അശുഭയാത്രയല്ലേ? അത് ചെറിയൊരു പേരല്ലേ? എവളെ പേരൊക്കെ പോട്ടെ, എവളെ അമ്മേനെ പേരറിയാമോ? എവളെ അമ്മേനെ പേര് വിളിച്ചാണ് എവളെ അച്ഛൻ ഭിത്തി കയറിയത്. തീർന്നു പോയെന്ന്. അതെന്ത് പേരാ? പറഞ്ഞു മൃണാളിനി അഡ്രസ്സി പറഞ്ഞത് ഞരമ്പ് പിടച്ച് ഇടിമിന്നൽ പോയിട്ട് പോയിരിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനത്തെ പേരാ. എടാ, നീ എന്തോ അറിഞ്ഞിട്ടായി പറയുന്നേ? എടാ, ഇങ്ങനെ സ്വഭാവത്തെ പറ്റി നിനക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്ക്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതെ ഞാൻ പറഞ്ഞേ. എടാ, കല്യാണം കഴിച്ചതേ ഇങ്ങനെ എന്നോട് കള്ളത്തരം പറഞ്ഞിട്ട്. എടാ, ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാൾ നിവിൻ പോളിയുടെ ബന്ധുവാന്ന് പറഞ്ഞ എന്നെ കെട്ടിയത്. ആണോ ഏട്ടാ? നിവിൻ പോളി നമ്മുടെ സ്വന്തക്കാരനാണ്. എങ്ങനെ? എന്റെ വീട്ടിലെ പട്ടിയില്ലേ, അതിന്റെ അനിയത്തി പട്ടിയാണ് നിവിൻ പോളിയുടെ വീട്ടിൽ കിടക്കുന്നത്. അങ്ങനെ ബന്ധമാണ്. ഇതൊക്കെ ഒരു ബന്ധമാണോ? ഇതൊക്കെ പിന്നെ പട്ടി ബന്ധം. എന്റെ പൊന്നെ, ഇയാൾക്ക് എന്താ കാര്യമായിട്ട് അതുകൊണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം സന്തോഷത്തോടെ ഞാൻ ഇങ്ങാരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ചേട്ടാ ആസിഫ് അലിയുടെ അച്ഛനെ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ RC പള്ളിയിലെ അച്ഛനോട് ചോദിക്കുക എന്റെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്തോ ബന്ധം. ചൂട് കാച്ചിൽ ബാക്കിയായിട്ട് ചവച്ചോണ്ടല്ലേ ഈ പേര് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത. അപ്പൊ നിങ്ങളുടെ കയ്യിലും കുറ്റമുണ്ട്. എന്റെ കയ്യിൽ എന്തോ കുറ്റമായടാ? ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ മനസ്സിലാക്കുന്നില്ലടാ. എടാ, കല്യാണം കഴിഞ്ഞ് ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വലിയൊരു സംശയം. ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചു. ഇയാളുടെ അച്ഛൻ വീട്ടിനകത്ത് കയറുമ്പം ഇങ്ങാര് പുറത്തിറങ്ങും, ഇങ്ങാര് വീട്ടിനകത്ത് കയറുമ്പം അച്ഛൻ പുറത്തിറങ്ങും. 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ആ സത്യം മനസ്സിലായി. എടാ, രണ്ടുപേർക്കും കൂടെ ഒറ്റ ലുങ്കിയുള്ളടാ ഇവർക്ക്. അതിന് മേടിക്കാൻ വേണ്ടി അമ്മച്ചി മുണ്ടും പാന്റൊക്കെ എടുത്ത് ആക്രിക്ക് വിറ്റു. ഈ ഭയങ്കര ആഡംബര പ്രിയനാകണ്ട. നിന്റെ വീട്ടിലെ സംഭവം എനിക്കും അറിയാം. എടാ, എവളെ വീട്ടിലെ കോളിംഗ് ബില്ല് എന്താണെന്ന് അറിയാമോ? ഇല്ല. മച്ചിൽ കിടക്കണ പല്ലിയെ പിടിച്ച് വീടിന്റെ ഫ്രണ്ടിൽ കെട്ടി നോക്കിയിടും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പല്ലി ഇത് കേൾക്കണം, എവളെ അമ്മ പോയി വാതിൽ തുറക്കും. ഇതാണ് ഇവളെ കോളിംഗ് ബില്ല്. നാണമുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിടാ, 3 വർഷം. ഈ 3 വർഷത്തിനിടയ്ക്ക് എത്ര ആഘോഷങ്ങൾ വന്നു, ഒന്നും ഇയാൾ നമ്മുടെ കൂടെ ആഘോഷിച്ചിട്ടില്ല. എടാ, ഒരു വാലന്റൈൻസ് ഡേ വന്നു, ഒരു റോസ് ഡേ അന്ന് ഇയാൾ എനിക്കൊരു റോസ് തന്നിട്ടില്ല. ചോക്ലേറ്റ് ഡേ അന്ന് ഇയാൾ എനിക്ക് ചോക്ലേറ്റ് തന്നിട്ടില്ല. ഒരു ടെഡി ഡേ അന്ന് ഇയാൾ എനിക്ക് ഒരു ടെഡി ബിയർ തന്നിട്ടില്ല. പക്ഷെ ഒരു വുമൻസ് ഡേ അന്ന് ഇങ്ങാര് പോയി ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ കയ്യിൽ കിട്ടിയ സാധനമല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ശിശുദിനം ഞാൻ ഒരിക്കലും മറക്കാറില്ല. എന്നെ കൊണ്ട് കൂടുതൽ വർത്താനൊന്നും പറയരുത്. ഈ ഇടയായിട്ട് ഇയാൾ ആരുമായിട്ടോ സംസാരിക്കുന്നുണ്ട്, എനിക്ക് നല്ല സംശയം. ഏതോ ഒരു പെണ്ണുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. എടാ, വാട്സപ്പിൽ എപ്പോഴും ഒരു പെണ്ണ് മെസ്സേജ് അയക്കുക, ഭാര്യ എടുത്തുണ്ടോ, ഭാര്യ എടുത്തുണ്ടോ. എന്തോ അതിന്റെ അർത്ഥം? ഭാര്യ ഉള്ളപ്പോ അവിഹിതത്തിന് പോയത് അനുഭവം കൊണ്ട് പറയാണ്. അടിച്ച് പൊട്ടിക്കും ഞാൻ. ഉള്ള മൈക്രോ ഫിനാൻസുകാരെ മൊത്തം ലോൺ എടുത്ത് കൂട്ടി, എന്നിട്ട് അടയ്ക്കൂല. അവർ വിളിച്ച് അവള് ഫോൺ എടുക്കൂല. അവസാനം അവർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഭാര്യ എടുത്തുണ്ടോ, ആ പൈസ കൊണ്ടുവരാൻ പറയൂ. ഭാര്യ എടുത്തുണ്ടോ, പറയാൻ പറ്റില്ല, ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ ലോകത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞുതരാം. എന്നെക്കാട്ടും ഇഷ്ടം ആ ഭാർഗവനെയാണ്. ആണോ ചേച്ചി? ആയിരുന്നു. ദൈവമേ, ഭർത്താവിന്റെ മുന്നിൽ വെച്ച് പറയുന്നതായിരുന്നു. അവള് പറയും, സത്യമാണത്. ഒരു ദിവസം ഞാൻ വീട്ടിൽ കയറി വന്നപ്പം എവള് ഭാർഗവന് വെള്ളം കൊടുത്തിട്ട് തലയിൽ ഇങ്ങനെ തടവുന്നു. ആണോ? അതെന്തോ നെറുകെ പോയത് ഇങ്ങനെ തട്ടി കൊടുത്താടാ ഞാൻ. ഭർത്താവിന്റെ മുന്നിൽ വെച്ചോ? നാണം കെട്ട സ്ത്രീ. അത് ഞാൻ ക്ഷമിച്ച്. പിറ്റേന്ന് ഞാൻ വീണ്ടും വന്നപ്പോ എവള് കട്ടിൽ കിടക്കുന്നു, തൊട്ടപ്പുറത്ത് ഭാർഗവന്. തിങ്കൾ ഇത് നോക്കി നിന്നാ അടുക്കള കയറി ഒരു കത്തി എടുത്ത് ഭാർഗവന്റെ കഴുത്തൊക്കെ ഒരു ഒറ്റ വിട്ട് ഒന്ന് കളഞ്ഞാ തീർന്ന്.
കേസാവൂലേ? കേസായില്ല, തെളിവ് നശിപ്പിച്ച്. എങ്ങനെ? ഞാൻ ഭാർഗവനെ കറി വെച്ച് തിന്നു. കറി വെച്ച് തിന്നാ? എന്റെ പൊന്നു നരഭോജി, കറി വെച്ച് തിന്നെന്ന് അവിടെ തിന്നല്ലോ. തിന്നാ? കുരുമുളക് ഇട്ടാ എനിക്കിഷ്ടം. ലജ്ജിക്കൂ കേരളമേ, ലജ്ജിക്കൂ. ഒരു ഭാര്യയുടെ കാമുകനെ ഭർത്താവ് കറി വെച്ച് തിന്ന് കളഞ്ഞേക്കുന്നേ. കാമുകനാ? നിനക്കെന്താ ഭ്രാന്താണോ? എടാ, ഞാൻ സ്നേഹിച്ച് വളർത്തിയ ഞങ്ങളുടെ വീട്ടിലെ ടർക്കി കോഴി ഞാൻ കൊന്ന കാര്യമായി പറയുന്നത്. ടർക്കിക്കോഴിയുടെ പേരാണ് ഭാർഗവൻ. ഞാൻ വല്ല വിളിച്ചു പറഞ്ഞാൽ കൂടി ഇതാണ് നിങ്ങളുടെ നടക്ക് ഇങ്ങനെ നിന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങളുടെ നടക്ക് ഒരു മുസ്തഫ ആവാൻ എനിക്ക് പറ്റത്തില്ല. സജീർ, സജീർ, കവലയിൽ ഇറച്ചി വെട്ടുന്ന ആളുടെ പേരെന്നാ? ഹംസ ആവാൻ എനിക്ക് പറ്റത്തില്ല. അല്ല, നീ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? നീ കുറെ നേരിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നല്ലോ. നീ ഏതാ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, നന്ദിയുണ്ട്. ഞാൻ ക്യാച്ച് ആൻഡ് റൺ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് അല്ല, എക്സിക്യൂട്ടീവ് കളക്ഷൻ ഏജന്റാ. ഓ, ഞായറാഴ്ച പേര് വണ്ണാച്ചി. അങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല. ജീവിക്കാൻ വേണ്ടി ഓരോരോ മാർഗം. ജീവിക്കാൻ വേണ്ടി കണ്ടു പഠിക്ക്. രാത്രിയെന്നില്ല പകലെന്നില്ല കണ്ടോ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടോ? നിങ്ങളുടെ കൂടെ ഒക്കെ ജീവിക്കുന്നതിലും വേണ്ട ആ ചെറുക്കൻ്റെ കൂടെ പോയി ജീവിക്കണം. ഇവരെ എങ്ങാനും പോയി അങ്ങ് കെട്ടണം ഞാൻ. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഇയാളെ ഇവരെ കെട്ടണോ? ചേച്ചി പറഞ്ഞ കാട്ടില്ലേ എന്റെ കൂടെ ജീവിക്കണം നിങ്ങൾക്കകത്ത്. അപ്പൊ നിനക്കും ഇഷ്ടോ? പിന്നെ നമുക്കും ഇഷ്ടോ? ഒരുമിച്ച് ജീവിക്കാനാ? രണ്ടുപേരും ഇപ്പൊ കണ്ടവരെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അയ്യോ, നമ്മളില്ലേ ഇത്ര പെട്ടെന്ന് കണ്ട ഒരുത്തന്റെ കൂടെ എന്റെ കല്യാണം കഴിക്കുള്ളൂ രണ്ടുപേരും കൂടെ. കഴിക്കും. എടാ, ഇത്ര ഗതികെട്ടിന് പുറത്താ കൂടെ കാണൂല, നിങ്ങൾ മാത്രമേ കാണുള്ളൂ. ജീവിച്ചോ? പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്ത് വെക്കും. നാളെ നീ ഇവളെ കൊണ്ടല്ലോ കൊക്കയില വല്ല പുഴയില ഇറങ്ങി കൊന്നു കഴിഞ്ഞല്ലേ അത് എന്റെ മണ്ടയ്ക്ക് വരും. ചേർന്ന് നിൽക്കടി, ചേർന്ന് നിൽക്കടി, തോളിക്കൈയിട്, തിരിച്ചോട്ടില്ലേ? എടുത്തേ. പിന്നെ വേറൊരു കേസ്. അമ്മേനെ ഒന്ന് വിളിച്ചോ. ഹലോ അമ്മേ. അമ്മയുടെ പുതിയ മരുമോള് വീട്ടിലോട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. പഴയ മരുമോളോ? അവളെടുത്ത് കെഞ്ചിക്കളാ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിന്റെ മേക്കപ്പ് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾക്ക് 20,000 രൂപ കടമായിട്ടുണ്ട്. ആ പൈസ എനിക്കിപ്പോ വേണം. എന്നോട് ചോദിച്ചാ എന്റെ ഭർത്താവിനോട് ചോദിക്കൂ. വാങ്ങിച്ചതാ? ഞാൻ എന്തിനു കൊടുക്കണം? 20,000 എടുത്തു കൊടു, നമുക്ക് ജീവിക്കണ്ടേ? ഞാൻ എന്തിനു വരണം? 20,000 ഭാഗ്യക്ക് കൊടുക്കുന്ന പൈസ 20,000 എന്തിന്റെ പേരിൽ തനിക്ക് തരണം? തന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുള്ള ഫോട്ടോ ഞാൻ ഫേസ്ബുക്ക് ഇട്ടിട്ട് ഞാൻ പറയും എന്റെ ഭാര്യ അവൻ തട്ടിക്കൊണ്ടുപോയെന്ന് പറയും. തെളിവില്ലല്ലോ, ആര് സാക്ഷി പറയും? അവള് സാക്ഷി പറയും. ആര്? എന്റെ ഭാര്യ. നീ സാക്ഷി പറയും? ഞാൻ സാക്ഷി പറയും. അയാളുടെ അടുത്ത് നീ എന്നെ തട്ടിക്കൊണ്ട് പോയാന്ന് ഞാൻ സാക്ഷി പറയും. 20,000 രൂപ എടുത്തോട്. അപ്പൊ രണ്ടുപേരും കൂടെ അറിഞ്ഞോണ്ടുള്ള പരിപാടി ഇതല്ലയോ? പൈസ തട്ടിക്കാനായിട്ട് 15,000 രൂപ തരൂല. 10,000 ഇല്ല. 5,000 ഇല്ല. 2,000 ഇല്ല. നെറ്റ് ചാർജ് ആർക്കും അയച്ചു കൊടുക്കാൻ 350 രൂപ ചാർജ് ചെയ്യുന്നതാണ്. എന്റെ പൊന്നു കൂട്ടുകാരാ, എന്റെ 10ന്റെ പൈസ ഇല്ല. നിന്റെ കണ്ട ഒരു കുറവില്ലല്ലോ. എക്സിക്യൂട്ടീവ് ഒക്കെ പറഞ്ഞു ഇൻസൈഡ് ചെയ്യുന്ന കണ്ടാണോ? എന്റെ പൊന്നു കേട്ടാ, ഈ ഷർട്ടിന്റെ താരോട്ട് 3 ബട്ടൺസ് പൊട്ടിക്കിടക്കുക. അത് നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇൻസൈഡ് ചെയ്തിരിക്കുന്നത്. എന്ത് കാര്യത്തിന് ഇവന്റെ മുമ്പിൽ കിടന്ന് ഡ്രാമ കളിച്ച് അവന്റെ ഒന്നും ഇല്ലെന്നാ ഇവൻ പറയുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളല്ല ഒരു ഗ്യാങ്ങിൽ തന്നെ ഉള്ളവരാ. ക്യാച്ച് ആൻഡ് റൺ കമ്പനി എന്ന് പറഞ്ഞാൽ എന്തുവാ? പിടിച്ചു പറിക്കാ ഓടുക. പിന്നെ നിങ്ങൾ ഹണി ട്രാപ്പല്ലേ? എനിക്കത് മനസ്സിലായിരുന്നു. നമ്മൾ ഒരു ഏരിയയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എല്ലാരും കൂടെ ഈ ഒരു സ്ഥലത്ത് എങ്ങനെ വേറെ എങ്ങോട്ടെങ്കിലും പോകാല്ലേ? ഈ ഏരിയ വരല്ലേ? ഞാനിവിടെ വന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു സ്ഥിര ഏരിയ ആയിരുന്നു. ഞങ്ങളിത് പാരമ്പര്യമായിട്ട് തന്നെയാ. ആദ്യം നമ്മുടെ ആദ്യം ഒരു ആളെ ചന്ദനത്തിൽ വിൽക്കാവുന്നില്ലേ? ആരാ വിചാരം? എന്റെ അച്ഛനാ. അച്ഛനല്ലേ പറയാ നീ ഇവിടെ നിൽക്കുന്നത്. ഇതില് ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു വലിയൊരു ശൃംഖല ആണല്ലേ. ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയോട്ടെ. ആ ബസ് സ്റ്റോപ്പിൽ 3 പേരിരിക്കും. നമുക്ക് അങ്ങോട്ട് പോയാലോ? കൊണ്ടുവിടാം. അയ്യോ, എന്നെ ഈ പാതിരാത്രി മനുഷ്യ ഇറക്കി വിട്ട് ഞാൻ എന്തോ ചെയ്യും? എന്റെ ജീവിക്കാൻ വേണ്ടി മനുഷ്യന്റെ ഓരോ കഷ്ടപ്പാടുകളെ. ബോസ്, ഹലോ ബോസ്. ഞാൻ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഇപ്പൊ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങോട്ട് കയറി വന്നു. ആ ചേച്ചിയുടെ മാല ഞാൻ നൈസായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പരാജയനല്ല, പാരിജാതൻ. അനീഷേട്ടാ, വിഷ്ണു, സൂര്യശ്രീ ചേച്ചി, അപ്പൊ സ്കിറ്റില് മോഷണം നടത്തിയിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇന്ന് ഇവിടെ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. നേരെ കമന്റ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. വിഷ്ണു, അനീഷ്, സൂര്യശ്രീ, പേഴ്സണലി നിങ്ങൾ 3 പേരും
നല്ല കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾ എന്താ പറയുന്നത് പെർഫോം ചെയ്യുന്നത് കാണാൻ രസമുണ്ട്. പക്ഷേ ഇന്നത്തെ എനിക്ക് തോന്നിയ ഒരു കുറവെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഹ്യൂമർ കുറവ് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്കും തോന്നിയോ അത്? കളിച്ചപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങൾ കുറേ ഫീൽ ചെയ്തു. ത്രെഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഞാൻ ഇച്ചിരി കൗണ്ടറുകളൊക്കെ പ്രതീക്ഷിച്ചു, നന്നായിട്ട് കൗണ്ടറുകൾ പ്രതീക്ഷിച്ചു. എന്താണ് ഇരിക്കാനുള്ള സമയം കിട്ടാഴുകയാണോ എന്താണ് സൂര്യശ്രീ? അല്ല, ഇരുന്ന് വർക്ക് ചെയ്തു. പ്രത്യേകിച്ച് അനീഷൊക്കെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ മൂന്നുപേരും അനീഷുമായിട്ടുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ടാണ്. അനീഷൊക്കെ വന്ന് നിൽക്കുമ്പം ഒരുപാട് പ്രതീക്ഷിച്ചു. അപ്പം കുഴപ്പമില്ല, അടുത്തതിൽ നമുക്ക് പിടിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു പ്രജോദേട്ടാ. നസരിക്ക, അനീഷ് കുറേ അല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഈ ഷൂട്ടൊക്കെ ആയിട്ട് ക്ലാഷ് ആണല്ലേ? പ്രോഗ്രാമൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് ഓടി വന്ന് പോകാനുള്ളൊരു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവം. ഇത് എനിക്ക് ഇതിൻ്റെ ത്രെഡ് അക്കൗണ്ട് സുഖമായില്ല. ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുമ്പം അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വൈഡായിട്ട് ചിന്തിച്ചൊരു സാധനം ഉണ്ടാക്കി എടുക്കാമായിരുന്നു. ഇതിപ്പോൾ സിമ്പിൾ സാധനമായൊരു പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാക്കി ഒരു എന്താണ് സെമിത്തേരിയുടെ ഫ്രണ്ടിൽ വന്ന് ഒരാൾ പിടിച്ചു പറിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അവിടെ വേറെ ഒരു ഫാമിലി വന്ന് കയറി. അതിൻ്റെ അകത്തൊക്കെ ഒരു ചേർച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ അച്ഛൻ അവിടെ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അച്ഛൻ വരുമ്പോൾ അവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കുറേ സാധനങ്ങളൊക്കെ കാണും. ആ ഞെട്ടലും പേടിയും ഒക്കെ നല്ല രസമായിരുന്നു. പക്ഷേ അതും ഇതേപോലത്തെ ഒരു സാധനം സാമ്പ്രാണിത്തിരിയിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ആ വില അങ്ങ് പോയി. ഉണ്ടായിരുന്ന വില അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ ബാക്കി വന്നത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ എഴുതി വെച്ചത് നല്ല വൃത്തിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയില്ല. ചിരിയാണ് നമുക്ക് ആവശ്യം, അത് ഇല്ലായിരുന്നു, കുറവായിരുന്നു. നമ്മുടെ ഓരോ സ്ക്രിപ്റ്റുകളും ഓരോ സ്കിറ്റുകളും നല്ല ബലപ്പെട്ട് നല്ല പുതിയ പുതിയ കൗണ്ടറുകളൊക്കെ തപ്പി ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ടീമുകളും. ആ ടീമിലേക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോൾ അതേ ലെവലിലേക്ക് നമ്മൾ എത്തിയാലേ ഉള്ളൂ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര സുഖമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. സാരമില്ല, അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യണം. അതേപോലത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ഷാൽ ചേട്ടാ. വിഷ്ണു, അനീഷ് പെർഫോമൻസ് അസലായിരുന്നു. പക്ഷെ നമുക്ക് ഈ പറയുന്ന കൗണ്ടറുകളാണ് പ്രധാനം എന്നുള്ള കാര്യത്തിൽ അത് കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സൂര്യശ്രീ അസൽ ആർട്ടിസ്റ്റാട്ടോ, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നാളെ സിനിമയിലൊക്കെ ചിന്തിക്കാവുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് പെർഫോമൻസ് അല്ല, കൂടുതലും ഈ കൗണ്ടറുകളാണ് വേണ്ട. ഐറ്റം വേറെ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രത്യേകത തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ചിരിപ്പിക്കുന്ന നല്ല നല്ല കൗണ്ടറുകളാണ്. തീർച്ചയായിട്ടും ഇനി വരുമ്പോൾ ഒരു ഗംഭീര സ്കിറ്റുമായിട്ട് തന്നെ വരണം. നല്ല കൗണ്ടറുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കാര്യക്കാരുടെ കമന്റ്സ് കേട്ടു. ഇനി നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഇക്ക. ഞാനൊരു 4000 രൂപ കൊടുക്കും. 4000. പ്രചോദേട്ടാ. ഞാനൊരു 5000 രൂപ കൊടുക്കും. 9000 രൂപയായിട്ടുണ്ട്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷാൽ ചേട്ടനാണ്. ചേട്ടാ, ഫൈനൽ എത്രയാണ്? ഞാൻ എൻ്റെ തരാം. 20,000 രൂപയാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. സാരമില്ല, നിങ്ങളെല്ലാവരും നമ്മുടെ കാര്യക്കാർ പറഞ്ഞതുപോലെ തന്നെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഒരുപാടധികം പഞ്ചസ് അടിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളുമാണ്. ഇതൊരു മോട്ടിവേഷൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഓൾ ദി ബെസ്റ്റ്. അനീഷേ, സൂര്യശ്രീ, അടുത്ത പ്രാവശ്യം പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഒരു വെറൈറ്റി സ്കിറ്റുമായിട്ട് ദാ എത്തുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനു കുമ്പാരി, ശ്യാം കടക്കാവൂർ ആൻഡ് ഷാബു ചേട്ടൻ. നമസ്കാരം, ഞാൻ കുട്ടനാട് കുഞ്ഞുമോൻ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ആറിന്റെ തൊട്ടപ്പുറത്തായിട്ട് പുതിയ സിനിമയുടെ ഷൂട്ട് നടക്കുവാണ്. ആരാണ് ഇന്നിവിടെ വരുന്നതെന്ന് അറിയാവാ? തെന്നിന്ത്യൻ സ്വപ്ന സുന്ദരി റിയ മൽഹോത്ര. ഈ റിയ മൽഹോത്ര ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാവാ? പണ്ട് ഞാനിവിടെ ചെരുപ്പ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ കച്ചവടത്തിൽ നിന്നാണ് ഈ റിയ മൽഹോത്ര. അവളിപ്പോൾ വലിയ സിനിമാ നടിയായി. സത്യം പറയാമല്ലോ, അവളിവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. സത്യം പറഞ്ഞ് ഇന്നവിടെ ഷൂട്ട് നടക്കില്ല. കാരണം എന്നെനിക്ക് സംസാരിച്ചിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ഷൂട്ട് നടത്താനായിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ വേറെ കാര്യം, ആർക്കെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ പറയണം. എൻ്റെ അടുക്കെ പറഞ്ഞാൽ മതി, ധൈര്യമായിട്ടിരുന്നോ. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ നിർത്തി ഫോട്ടോ എടുത്ത് തരുന്നതാണ്. എൻ്റെ ദൈവമേ, അവളെ കാണാൻ കൊതിയായിട്ട് വയ്യ. വേടം വരുന്നേ, മാറിക്കോ ആൾക്കാരെല്ലാം മാറിക്കോ. ഒന്ന് മാറി നിൽക്കണേ, ഒന്ന് മാറിക്കണേ. എന്താ വേടം വരുന്നു ഇവിടെ വല്ല റാപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ വെച്ചത് വേടം വരുന്നത് പറഞ്ഞു. വേടം വരുന്നതല്ല, എന്റെ മേഡം റിയ മൽഹോത്ര വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ടോ? പിന്നെന്താ, ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ റിയ മൽഹോത്ര ഞാനും തമ്മിലുള്ള ബന്ധം ഭയങ്കര ബന്ധമാണ്. ആരാണ് മനസ്സിലായില്ല? ഞാനാ മേഡത്തിന്റെ ഡ്രൈവർ, മേക്കപ്പ് മാൻ, എല്ലാം ഞാനാണ്. ബോഡി ഗാർഡ് ഉൾപ്പെടെ ഞാനാണ്. എല്ലാമാണ്. എല്ലാമാണ്. എന്നോട് പേരെന്താണ്? മനോഹർ.
ആദ്യം പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ചു, പക്ഷെ ഇതിത്തിരി വിശ്വസിക്കാൻ പാടുള്ളൂ. ഞാൻ ഈ കുട്ടനാട് പലതരത്തിലുള്ള ദേശാടന പക്ഷി കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കാണുന്നത്. മാറുന്നില്ലല്ലോ, മേഡം വരാൻ സമയമായി. വരട്ടെ, വരുന്നത് കാണാനായിട്ടാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. വരാൻ നേരത്ത് ഒരു വലിയ സർപ്രൈസ് ആയിരിക്കും. ഞാൻ തിരിഞ്ഞു നിൽക്കും, എന്നെ കാണുമ്പോ നിന്റെ മേഡം ഞെട്ടും. എല്ലാം മാറുന്നില്ലേ? ഓക്കെ മേഡം ഇവിടെ ക്ലിയർ ആണ്, വന്നോളൂ വന്നോളൂ. ഓക്കെ 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 മമ്മി ഓക്കെ. 10 സ്ഥലത്ത് ഷൂട്ട് കഴിഞ്ഞു മമ്മി. അയ്യോ അതിലെന്റെ വേഷം എന്ന് പറഞ്ഞ ഒരു എയർ ഹോസ് വിമാനത്തിലെ കിളി. അമ്മേ ഓക്കെ ഓക്കെ മാ ഓക്കെ. ഇവിടുത്തെ വേഷം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞില്ല മമ്മി, ഞാൻ വിളിച്ച് പറയാം. ഓക്കെ 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 ഓക്കെ. ഹായ് മനോഹരൻ, എവിടെയാണ് ലൊക്കേഷൻ? എവിടെയാണ് ലൊക്കേഷൻ? നമ്മളെ ഈ പുഴയുടെ അക്കരെ കരയാണ് മേഡം. നമ്മളെ കൊണ്ടുപോകാൻ ആര് വരും? കൊണ്ടുവരാൻ അവിടെ ആള് വരും, 5 ആള് വരുന്നുണ്ട്. ഓക്കെ വരട്ടെ, വരാൻ പറയൂ. ടൈമില്ല. അറിയാവോ? ശ്രമിച്ചു നോക്കാം. അറിയത്തില്ല. അയ്യോ അതല്ല, എന്നെ അറിയാമോ? ഇല്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ. എങ്ങനെ ആലോചിച്ചാലും അറിയത്തില്ല. കുട്ടനാട് കുഞ്ഞുമോൻ അറിയാമോ? കുട്ടനാട് കുഞ്ഞോനാ? അറിയത്തില്ല. അറിയത്തില്ല. എങ്ങോട്ടത്? അറിയാന്ന്. എനിക്ക് അറിയത്തില്ല. ആലോചിച്ചു നോക്കിയ പണ്ട് എന്റെ കടയിൽ ചെരുപ്പ് കച്ചവടത്തിൽ എന്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ആള് മാറി. ഞാൻ ഇവിടെ ഉള്ളതല്ല. ഞാൻ ഈ ദേശത്ത് എവിടെയോ ഒന്ന് ജനിച്ചു എന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായി. ഇത് വേറൊന്നുമല്ല. ഇത് ഞാൻ എന്നെ അറിയത്തില്ലെന്ന് പറയാൻ നേരത്ത് ഞാനങ്ങ് സങ്കടപ്പെട്ട് ഞാൻ മാറി നിന്ന് നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ചമ്പി നിൽക്കാൻ നേരത്ത് പുറകിൽ കൂടെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും സർപ്രൈസ്, എനിക്ക് നിങ്ങൾ അറിയാം. അതിനുള്ള പരിപാടി എനിക്കറിയാലോ. ഇത് എനിക്ക് തന്നെ അറിയത്തില്ലെന്ന് അങ്ങനെ പറയല്ലേ, ആൾക്കാരൊക്കെ നോക്കുന്നത് അറിയാതെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടല്ലോ തന്നെ. അറിഞ്ഞൂടെ? ഒന്ന് മാറി നിൽക്ക്. മേഡത്തെ തടയരുത്. എന്താ തടഞ്ഞ? 2 ആഴ്ചത്തെ മേക്കപ്പിന്റെ പുട്ടിയാണ് ഇരിക്കുന്നത്. അത് പൊളിഞ്ഞ് കാല് വീണ കാല് മുറി. എന്റെ മേക്കപ്പിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇംഗ്ലീഷാ? പണ്ട് റേഷൻ കടയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അരി മേടിക്കാൻ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് അരി ഇംഗ്ലീഷ് പത്രത്തിൽ പൊതിഞ്ഞു കൊടുത്ത് ആ ഇംഗ്ലീഷ് പത്രം കണ്ട് ബോധം കെട്ട് വീണവളാണ് ഇവിടെ. അവളിപ്പോ ഇംഗ്ലീഷ് പറയുന്നു. എനിക്ക് തന്നെ അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ ഞാൻ? എന്റെ കടയിൽ അപ്പൊ ചെരുപ്പ് വീതിയായിട്ട് നിന്ന് നീ മറന്നുപോയി? ഒരിക്കലും ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഈ ദേശത്ത് തന്നെ ഞാൻ അയ്യോ ഒരു കോള് വരുന്നുണ്ട്. ഹലോ പറയൂ ബിബിൻദാസ്. അയ്യോ കണ്ടരുത് സിനിമ കണ്ടരുത്. അയ്യോ കോടികളോട്ട് കയറി പോകുന്നുണ്ടല്ലേ? അതാണ്. എങ്ങനെയാ? ഓക്കെ ഞാൻ വരാം. ഓക്കെ മനോഹരൻ, ഒരു സന്തോഷ വാർത്തയുണ്ട്. വാഴയെന്ന് വിളി വന്നു. വാഴയെന്ന് വിളിയല്ലല്ലോ, വാഴയെന്ന് കൊലയല്ലേ വരുന്നത്? അതല്ല, വാഴ 3 നായികമാർക്കാണ് പ്രാധാന്യം. സെൻട്രൽ ക്യാരക്ടർ ഞാൻ അടിക്കും. അത് ശരി, അപ്പൊ നായികമാർക്കാണ് പ്രാധാന്യം. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ കുന്തളിപ്പ് ഇവിടെ മൊത്തം കാണിച്ചോണ്ടിരിക്കുന്നത്. ഇത് വരെ സമയമായില്ലോ, അവിടുന്ന് ആരും വരുന്നില്ലേ? ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം. എനിക്ക് എന്റെ കോലോത്തപ്പുറത്താണ് എന്റെ തറവാട്. ഷൂട്ട് കഴിയുന്നു, കോലോത്തോട്ടൊന്ന് പോണം. ഇവിടെ കോലോത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ടർപ്പാളയിൽ ഒരു കോല് കുത്തി വെച്ചിരിക്കുന്നതാണ് അവളുടെ കോലോത്ത്. എന്നിട്ട് അതിനാണ് അവളെ വലിയ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത്. തനിക്ക് എന്താ വേണ്ടത്? ഇവള് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഇവളുടെ 10 പൈസ ഇല്ല. ആ സമയത്ത് ഞാനല്ലടി 150 രൂപ വണ്ടി കൂലി തന്ന് നിന്നെ ഓഡിഷൻ പറഞ്ഞു വിട്ടത്. എന്റെ അമ്മോ, ഇത് എന്തൊരു നോണ! എന്തൊരു പറഞ്ഞു കയറി പോണത്? അങ്ങനെയൊന്നുമല്ല. എനിക്ക് പൈസ തന്നു വിട്ടത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഗീത. അവിടെ അമ്മയ്ക്കൊരു ബ്യൂട്ടി പാർലർ ആയിരുന്നു. അമ്മ കാണാതെ എന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തു തന്നിരുന്നു. ഗീത സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോകുമായിരുന്നു. ഗീത അവസാനം ഞാൻ സിനിമാ അഭിനയത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോകുമ്പോ അവിടെ കാലിക്കിടന്ന് കൊരിസൂരി എനിക്ക് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഗീത ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും ഗീത എന്ന് പറഞ്ഞപ്പോ, എന്തെങ്കിലും ഒരാവശ്യമായി നിന്റെ മുമ്പിൽ വരും, അപ്പോൾ അങ്ങനെ ഒന്ന് സഹായിക്കണമെന്ന്. ഇതാണ് പറയണത്, സമയത്ത് മ്യൂസിക് കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ വായ്ത്താളം അടിച്ചോണ്ടിരിക്കണം. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? എനിക്ക് തന്നെ അറിയത്തില്ലല്ലോ. അതാണ് അറിയത്തില്ലെന്ന് പറയണം. ഇത്ര നാളും ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തതുകൊണ്ട് സിനിമക്ക് പോകും, എന്നിട്ട് എന്നെ എന്തൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്തിട്ട്? എന്റെ വീട്ടുകാർ ആരെങ്കിലും തനിക്ക് അറിയണോ? നിങ്ങളുടെ പേരെന്താണ് പറഞ്ഞത്? ഇവിടെ നാട്ടിൽ മൊത്തം അറിഞ്ഞോണ്ടിരുന്നത് എന്താണെന്ന് അറിയാവാ? കൈനഗരി പൊടിച്ചിയുടെ മകൾ മണിച്ചി. എനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ മണിച്ചിയല്ല. അങ്ങനെ ഇപ്പൊ കാണണ്ട. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് +2 കഴിഞ്ഞ് നിൽക്കുന്നതാണ് മാഡം. +2 കഴിഞ്ഞിട്ട് മാഡം മറിഞ്ഞു നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്. മറിഞ്ഞിരുന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്. ആളെ കിട്ടിയിരിക്കുന്നത് ഒരു വള്ളത്തിൽ കൊണ്ടുപോയി. എങ്ങനെയും വന്നാൽ മതി. ഹലോ, ഇവിടെ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു
കണ്ടിന്യൂറ്റി സാധനം സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ താൻ നായകനായാലും എന്റെ സെറ്റിൽ വേണ്ട, മനസ്സിലായില്ലേ? ഇവിടെ ഡയറക്ടറാ വലുത്, പറഞ്ഞു മനസ്സിലായല്ലോ. ആ നായകനാണെങ്കിലും വേണ്ടില്ല, ഇയാളെ പറഞ്ഞു വിട്ടേക്ക്, വേറെ നായകനെ ഞാൻ നോക്കിക്കോളാം. ആ ഡയറക്ടറാണ് ഭയങ്കര ചൂടനാ. നമ്മുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് നമ്മളെ പറഞ്ഞു വിടും. നമ്മളെ കാര്യത്തിലെല്ലാം ഓക്കെ ആണല്ലോ. നോക്കൂ 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 മാഡം, പണി പാളി മാഡം. എന്താ മാഡത്തിന്റെ കണ്ടിന്യൂറ്റി ചെരുപ്പില്ലേ, ചപ്പല്, അത് ഒരെണ്ണേ ഉള്ളു. ഡയറക്ടർ തെറി വിളിക്കും മാഡം. എന്റെ 3 സിനിമയും പൊട്ടിപ്പോയതാ. ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും ഞാൻ കാല് പിടിച്ചാണ് ഞാനൊന്ന് കയറിയത്. ഇനിയിപ്പോ ഡയറക്ടർ എന്നെയും പറഞ്ഞു വിടൂ എന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യണോ? എനിക്കറിയാം, എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? അയ്യോ അയ്യോ. ഹലോ മമ്മി, എന്റെ ചപ്പൽ എവിടെ കണ്ടായിരുന്നോ മമ്മി? ഹലോ ചേട്ടാ, മാഡത്തിന്റെ ചപ്പല് കണ്ടായിരുന്നു? ഇവിടെ നിന്ന് സിറ്റി പോയി എത്ര കിലോമീറ്റർ ഉണ്ടാവും? 65 കിലോമീറ്റർ ഉണ്ട്. പോയിട്ട് വരുമ്പോ ഡയറക്ടർ ചൂടാവുകയും ചെയ്യും. ചൂടാവും, സമയം കിട്ടൂല. അതുപോലത്തെ ഒരു ചപ്പല് അവിടെ ഇരിപ്പുണ്ട്. എന്താ? പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് പുള്ളി അറിയത്തില്ലല്ലോ. എനിക്കറിയത്തില്ലല്ലോ. ഞാൻ ചോദിക്കാം. മാഡത്തിനോട് ഞാൻ ചോദിക്കും. ഭാഗ്യം. ചെല്ലുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. ജ്യേഷ്ഠ, ചേഷ്ട ഓക്കെ, നിന്റെ ഈ ചേഷ്ട എനിക്ക് ഇഷ്ടപ്പെടും. ചേട്ടാ അതല്ല, വേണ്ടേ സെയിം ചപ്പൽ ഇവിടെ ഉണ്ട്. ഒരു ജോഡി എനിക്ക് തരും. നിനക്കെന്തിനാ ഈ പെണ്ണുങ്ങളുടെ ചെരുപ്പ്? ചിലപ്പോഴൊക്കെ ഞാൻ പെണ്ണുങ്ങളെ ചെരുപ്പിടും. നിന്റെ ആദ്യത്തെ ചേഷ്ടയിൽ തന്നെ എനിക്കത് പിടിക്കും. ചേട്ടാ ഈ ചപ്പൽ വേണം. ശരി, ആർക്കാന്ന് പറയണ? സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി. സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി. ആർക്ക്? മാഡത്തിന്. മാഡത്തിനാ? അല്ല, ഡയറക്ടറിന്റെ വഴക്ക് പറയും. പറയും. അവക്കല്ലേ ആവശ്യം? അതെ. അവളൊന്ന് ചോദിക്കട്ടെ. അതാണല്ലേ, അവളൊന്ന് ചോദിക്കട്ടെ. മാഡം ഇളവ് മുടിഞ്ഞ കലിപ്പിലാണ്. മാഡം ചെന്ന് ചോദിച്ചാൽ ചെരുപ്പ് വരും. ഞാൻ എനിക്ക് പുള്ളി അറിയത്തൊന്നുമില്ല. അറിയത്തില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലേ അങ്ങനെ അടുത്ത് കാണിച്ചത്. ഒരു കാര്യം ചെയ്യ്, നീ വണ്ടിയിലോട്ട് പോയി നോക്കുമ്പോ. കുഞ്ഞുമോനങ്കിൾ പൊടിച്ചാണ്. ചപ്പല് തന്നാൽ ഈ ചപ്പലൊന്ന് തന്നിരുന്നെങ്കിൽ ആ ഷൂട്ടിന് പോകായിരുന്നു. ഓ, ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല. ഇത് കൊടുക്കത്തില്ല. അങ്ങനെ പറയില്ലേ പ്ലീസ്. അല്ല, ഇത് കൊടുക്കുന്നില്ല. ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നതല്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ളതാ. അല്ല, എന്തുവായാലും ഞാൻ കച്ചവടം നടത്തുന്നില്ല. ഞാനിവിടെ വെറുതെ കൂട്ടിയിട്ടിട്ട് ആൾക്കാർ വരുന്നവരെ വിദേശികൾ വരുമ്പോൾ ഞാൻ ഈ ചെരുപ്പ് കാണിച്ചു കൊടുക്കും. ചുമ്മാ ആക്ട് ചെയ്തതല്ല, എനിക്കറിയാം. ഞാൻ ഇവിടെ തന്നെ ഉള്ളതാ. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാഫ് തന്നെയാ. അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെ കിടന്ന് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. കൊഞ്ഞണം കുത്തി കാണിച്ചാലത് ഞാൻ തരത്തൊന്നുമില്ല. തരത്തില്ല, തുറക്ക് തരത്തില്ല. അതിന് എത്രയാ രൂപ? അത് ഞാൻ പറഞ്ഞില്ല, വിൽക്കുന്നില്ല. ഇത് 500 തരം കൊടുക്കും. തരത്തില്ല. 1000 തരില്ല. 10000 തരില്ല. 1,00,000 തരില്ല. 2,00,000 തരാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്തോ? 2,00,000 രൂപ ആദ്യം എന്റെ കയ്യിലോട്ട് തരണം. തരാം. അഡ്വാൻസ് മേടിച്ച പൈസ ഇരിപ്പുണ്ട്. 2 ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടാവും, കുഴപ്പമില്ല. ഇത് മതി, സന്തോഷമായി. കുറച്ചൊക്കെ അഹങ്കാരം കാണിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. തരുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന സ്ഥലമില്ലേ, ഇതിന്റെ എല്ലായിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 5 പ്രാവശ്യം ഞാൻ കൈനകരി പൊടിച്ചിയുടെ മകൾ മണിച്ചിയാണെന്ന് പറയണം. അയ്യോ, അതെങ്ങനെ ഞാൻ പറയും? അത് പറഞ്ഞാലും ഞാൻ ചെരുപ്പ് വരുത്തുള്ളൂ. അല്ലെങ്കിൽ പൈസ പിടിച്ചോ പറഞ്ഞോ, പറയുള്ളൂ. ഓടി ചേർത്ത് പറയണം. ഞാൻ കൈനകരി പൊടിച്ചിയുടെ മകൻ മടിച്ച് തല്ല. ഞാൻ കൈനകരി പൊടിച്ചിയുടെ മകൾ മടിച്ച് തല്ല. ഞാൻ കൈനകരി പൊടിച്ചിയുടെ മകൾ മടിച്ച് തന്നെ പോരെ. മതിയടി, എനിക്ക് ഇത്ര മതി. എനിക്ക് ഇത്ര മതി. അതെ, ഞാൻ പണ്ട് സഹായിച്ച കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലായിരുന്നല്ലോ. ഇല്ല. ഇതാണ് പറഞ്ഞത്, ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. ചെല്ലി, ഇനി നീ പോയി അഭിനയിക്കുക, തിരുവാതടിയാകുക, എന്ത് വേണമെങ്കിലും ചെയ്യും. മാഡം ചെരുപ്പ് കിട്ടി, കപ്പൽ കിട്ടി. വേണം കാറിനകത്തുണ്ടായിരുന്നു. കപ്പൽ കിട്ടിയോ? കിട്ടിയോ? എക്സ്ക്യൂസ് മീ. യെസ്, നമ്മുടെ ചപ്പല് കിട്ടി. പൈസ എങ്ങ് തരൂ. ഏത് പൈസ? ഇപ്പൊ ഞാൻ തന്ന പൈസ ഇല്ലേ? ആര് തന്നു? അയ്യോ, പഴയ പൊടിച്ച് തന്ന പൈസ. ഏത് പൊടിച്ച്? പൊടിച്ച്. ഏത് പൊടിച്ച്? ഏത് പൊടിച്ച്? ഇതൊക്കെ എന്താണ് വിളിച്ചു പറയണത്? എനിക്കൊന്നും പറഞ്ഞൂടാ. കളിക്കല്ലേ പൈസ. ഏത് പൈസ? ഞാനിപ്പോ ഇനി തന്നിട്ടുള്ള പൈസ. എന്റെ പൊന്നു ദൈവമേ, എനിക്കൊരു ഓർമ്മയില്ല. നിങ്ങളെ സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, അതല്ല. ഞാൻ ഒരു പൈസ തരത്തില്ല. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടോ. എനിക്ക് കുട്ടനാട് കുഞ്ഞോനെ അറിയാലോ. അതങ്ങനെ കൈ തന്നെ വെച്ചാ മതി. ശംഭു ചേട്ടൻ എയർ ഹോസ്റ്റസ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. മനു, ശ്യാം, ശംഭു, പെർഫോമൻസ് നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിനൊരു കൈയടി ആദ്യം തരിക.
പിന്നെ ശംഭുവിൻ്റെ ക്യാരക്ടർ ബേസിലൊക്കെ ഇപ്പോൾ മീനാക്ഷി പറഞ്ഞ പോലെ കണ്ടാൽ നല്ല രസമുണ്ട്, സ്റ്റൈലൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഇതിനകത്ത് പറ്റിയൊരു കുഴപ്പം എന്ന് പറയുന്നത് ഒറ്റ മാറ്ററിൽ തന്നെ നിന്ന് വേറെ കൗണ്ടറുകളോ ഒന്നുമില്ലാതെ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കളിച്ചു പോയി. വേറെ ഒന്നും കാര്യം നിങ്ങൾ കളിക്കുമ്പോൾ അറിയാമല്ലോ, അതിനകത്ത് കുറേ പോർഷൻസൊക്കെ നല്ല കൗണ്ടറുകളും നല്ല പ്ലേ കിട്ടേണ്ട കുറേ സാധനങ്ങളൊന്നും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എനിക്കത് എന്തോ എവിടെയോ ഒരു പ്രശ്നം പോലെ തോന്നി. വേറൊന്നുമില്ല, നമുക്ക് അടുത്തതിന് പൊളിച്ചെടുക്കണം, അതേ പറയാനുള്ളൂ. കാര്യം അത് ആ മീറ്റർ തന്നെ പോട്ടെ. ഓക്കെ, അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീർക്ക? അതൊക്കെ തന്നെയാണ്. ക്ലൈമാക്സ് ഓൾറെഡി ബിഗിനിങ്ങിലെ പറഞ്ഞു പോയി. കാര്യം പൊടിച്ചി എന്ന് പറയുന്ന ഒരു നടി അക്കരെ ഷൂട്ടിംഗ് കിടക്കുന്നുണ്ട്, നടി വരുന്നുണ്ട്, എൻ്റെ കൂടെ പണ്ട് ചെരുപ്പ് കച്ചവടത്തിൽ നടന്നായിരിക്കും. അവൾ ഇവിടെ വരുമ്പോൾ അത്ഭുതപരമായി എന്നെ കണ്ട് കെട്ടിപ്പിടിക്കും എന്ന് പറയുമ്പോഴേ നമുക്ക് ഊഹിക്കാം അവൾക്കറിയാല എന്ന് പറയും എന്നുള്ളത്. അവിടെ തന്നെ ഓൾറെഡി സാധനം പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതിയത് ആ സാധനം ഇങ്ങോട്ട് കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. നമ്മുടെ ശ്യാമിനൊന്നും ഒരു പോർഷനും ഇല്ലാതെ ഒന്നും ഒതുങ്ങിപ്പോയി. ശ്യാമിൻ്റെ അടുത്ത് നിന്നൊക്കെ അബദ്ധ കൗണ്ടറുകൾ ഒരുപാട് വരേണ്ടതാണ്, മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ കൗണ്ടറുകൾ വരണ്ട. ആ ഒരു റേഞ്ചിലേക്ക് എത്തിയില്ല. അടുത്ത പ്രാവശ്യം നന്നാക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് പറയാനാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ഷാജ് ചേട്ടാ? ഇത് ആക്ച്വലി 3 പേരും ഉഗ്ര ആർട്ടിസ്റ്റുകളാണ്. സ്റ്റേജ് പെർഫോമൻസ് ഉഗ്ര ആർട്ടിസ്റ്റുകളാണ് 3 പേരും. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മുടെ പ്രതീക്ഷയും കൂടുതൽ. ശംഭുവിൻ്റെ ഫീമെയിലിൽ മോഡുലേഷൻ ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും പല ഫീമെയിൽ ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്. ഭയങ്കര മോഡുലേഷൻ, ചില വാക്കുകളൊക്കെ അങ്ങ് നീട്ടി അങ്ങ് കൊണ്ടുപോകും, ഒരു ഒഴുക്കിലൂടെ കൊണ്ട്. അത് പലതിലും ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് ഇതിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ രസമായിട്ടുണ്ടായിരുന്നു. ഈ വിഷയം നല്ലതാണ്. നസീർ ഭായി പറഞ്ഞ പോലെ തന്നെ ഒരേ വിഷയത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഉള്ളൊരു കാര്യമാണ്. അതിൽ അത്രത്തോളം കൗണ്ടറുകൾ വരുന്നില്ല എന്നുള്ള സംഭവമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് ശ്യാമൻ ഡെഡായി പോയി. ശ്യാമിന് വേറെ ഒന്നും ചെയ്യാനില്ല, ആക്ച്വലി ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഫുൾ ശരിയായിരിക്കും തോന്നും എന്ന രീതിയിൽ പെർഫോമൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഇത് കണ്ടന്റിൽ കൗണ്ടറുകൾ കുറവായിട്ട് തോന്നി, അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ തുക എന്നറിയാം അല്ലേ? ഓക്കെ, സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് നസീർക്ക. ഞാനൊരു 6000 രൂപ കൊടുക്കും. 6000 രൂപ. ഷാജി ചേട്ടനോ? ഒരു 7000 രൂപ. 7000. അപ്പോൾ 13000 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ ആയിട്ടുള്ളത്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രചോദനാണ്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ചേട്ടന്മാരെ കുഴപ്പമില്ല. കിടിലം സ്കിറ്റുകൾ ഇവിടെ അവതരിപ്പിച്ച് നമ്മളെല്ലാം കൂട്ടുകൂടെ ചിരിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. അപ്പോൾ കൂടുതൽ ചിരിയും വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഇന്നത്തെ ഈ എപ്പിസോഡിലെ എല്ലാ ചിരികളും എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരി വിശേഷങ്ങളും ഒരുപാടധികം സ്കിറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Flowers Comedy. ഇത് ഐറ്റം വേറെ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.